നാടിനെ നടുക്കിയ സ്ഫോടനമാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള പുതിയ കാവിലായിരുന്നു ഈ സ്ഫോടനം. ക്ഷേത്രോത്സവത്തിലെ വെടിക്കെട്ടിനായി കൊണ്ടുവന്ന പടക്കമാണ് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഒരാൾ മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കിലോമീറ്റർ അകലേക്ക് വരെ ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നാണ് അവിടെ ദൃക്സാക്ഷികളായിരുന്ന ആളുകൾ പറയുന്നത്. ആദ്യം ഈ സ്ഫോടനത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്ന അവരുടെ പ്രതികരണത്തിലേക്ക്. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. അപ്പൊ എന്തായിരുന്നു നിങ്ങൾ ഇവിടെ കണ്ടത്? പുകയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് പിന്നെ നമ്മൾ ആ സമയത്ത് എല്ലാവരും രക്ഷപ്രവർത്തനം നടത്തണല്ലോ. അല്ലാണ്ട് നമ്മൾ അങ്ങനെ നോക്കിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ അതിനെ കുറിച്ച് അറിയില്ല. എത്ര പേരെയാ നിങ്ങൾ ഇവിടുന്ന് ആശുപത്രിയിൽ? അത് എണ്ണ അറിയില്ല. ഓരോരുത്തരല്ലേ കയറ്റി കൊണ്ടുപോകണത്. അപ്പൊ എത്ര പേരുണ്ടെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. പടക്കശാല കുറെ നാളുകളായിട്ട് ഇല്ല, അത് ഈ സീസണിൽ മാത്രം ചെയ്യണതാണ്. അതായത് ഇന്ന് ഉത്സവവുമായി ബന്ധപ്പെട്ട് കരാറേപ്പിച്ചവരുടെ വണ്ടിയിൽ സാധനം ലോഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് സംഭവം നടന്നെന്നാണ് അറിഞ്ഞു കേട്ടത്. ഈ ഉത്സവ സീസണിൽ മാത്രമേ ഇവിടെ പടക്കം, അല്ലാണ്ട് ഇവിടെ പടക്കശാല ഈ സമീപത്തൊന്നും ആർക്കൊന്നും കുഴപ്പമില്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ അറിയില്ല. 6 പേര് ഹോസ്പിറ്റലാണെന്നാണ്, കൺഫേം ആയിട്ടില്ല. അവരവസ്ഥ എന്താന്ന് ഇപ്പൊ അറിയില്ല. സീരിയസ് ആണെന്ന് പറഞ്ഞു. ഇച്ചിരി മോശാവസ്ഥയായിരുന്നു രണ്ടുപേർക്ക്. ഞാൻ ഉണ്ടായില്ലോ, പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ ഓടി വന്നെന്ന് മാത്രമേ. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ ഒരു 8-9 പേരുണ്ടാകുന്നുള്ള ഒരു ധാരണ. വലിയ തീയും തീയിലോ ഭയങ്കര സൗണ്ടായിട്ടുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഭയങ്കര ഭീകരമായൊരു ഇതായിരുന്നു, അന്തരീക്ഷമായിരുന്നു ഇവിടെ മൊത്തം. ഒരു 5 പേര് കൊണ്ടും ഇത്തിരി സീരിയസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുമ്പോഴേക്കും ആൾക്കാരെ ആംബുലൻസിന് കയറ്റി പോകുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. ഇത് അമ്പലത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മാത്രം വേണ്ട വിധത്തിലുള്ള ഒരു സുരക്ഷയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, കുറവായിട്ടും തോന്നുന്നു. അങ്ങനെയാണ് ഈ കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ വടക്കേക്കരന്റെ സ്ഥലമാണിത്. ഇവിടെ വെടിക്കെട്ട് നടക്കുമ്പോഴത്തേക്കും സാധനങ്ങൾ സൂക്ഷിക്കണം ഇവിടെ തന്നെയാണ്. ഈ വെടിക്കെട്ട് നടത്തുന്നത് എവിടെ വെച്ചാണ്? അവിടെ വെളി, അമ്പലത്തിലെ വെളി. എല്ലാ വർഷവും ഉത്സവത്തിന് ഇവിടെ തന്നെയാണ് പടക്കങ്ങൾ സൂക്ഷിക്കുന്നത്. അതെ, ഇവിടെ തന്നെ. എന്തായിരുന്നു സംഭവിച്ചത്? സംഭവം യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ഞാൻ കുറച്ച് മാറിയിട്ടായിരുന്നു. ഞാനപ്പോൾ അവിടുന്ന് പെട്ടെന്ന് അമ്മ വിളിച്ചപ്പോൾ ഓടി വരുമായിരുന്നു. വന്നപ്പോൾ ഇവിടെ മൊത്തം തകർന്നിരിക്കുകയാണ്. വന്നപ്പോൾ ഗേറ്റൊക്കെ ഓൾമോസ്റ്റ് വീണ അവസ്ഥയിലാണ്. ഈ വീട്ടിലേക്ക് ഇന്നിപ്പോൾ എല്ലാം മൊത്തത്തിൽ ഇതായിട്ട് ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലൊക്കെ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ പോയി. പിന്നെ 1-2 പേരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാഷ്വാലിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. മൊത്തത്തിലൊരു ട്രോമയായി പോയി. ഇവിടെ ഈ പടക്കശാല ഇവിടെ ഉണ്ടായിരുന്നല്ലേ കുറച്ച് ദിവസം? പെർമനന്റ് ശാലയല്ല അത്. ആക്ച്വലി ഇതൊരു കോൺട്രാക്ട് കൊടുത്തേക്കണാണ്. അവരവിടെ എന്ത് സ്റ്റോർ ചെയ്തേക്കണാണ്. അപ്പം അറിഞ്ഞത് അവർ വണ്ടിയിലെങ്ങാണ്ട് സാധനം ഉണ്ടായിരുന്നു. അത് ചൂട് കൊണ്ട് എക്സ്പ്ലോഷൻ ആയതാണെന്നാണ് അറിഞ്ഞത്. അപ്പുറത്തെ അവളോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഇതൊക്കെ താഴത്തേക്ക് വീണുകൊണ്ട് എന്താന്ന് മനസ്സിലായില്ല. അപ്പോഴാണ് പിന്നെ എനിക്കപ്പോൾ തോന്നി ഇനി ഇവിടെ ആയിരിക്കുമോ, അവിടുന്ന് എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. ഞാനപ്പം പേടിച്ചിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റാണ്ടായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്കൊന്നും കയറിയില്ല. അകത്ത് കയറിയെങ്കിൽ കാല് മുഴുവൻ പൊട്ടി ഇതായേന്. അപ്പൊ അമ്മ അതിനുശേഷം മോനെ വിളിച്ചു? മോനെ വിളിച്ചു. എൻ്റെ അപ്പുറത്തെ വഴി താമസിക്കുന്ന മോൻ വന്നു. പിന്നെ ഈ മോനൊക്കെ വന്നു. മോളെയൊക്കെ വിളിച്ചു വരുത്തി. ഇപ്പൊ അമ്മ എങ്ങോട്ട് പോവാണ്? ഞാൻ എൻ്റെ മറ്റേ മോന്റെ വീടല്ലേ, ഹസ്ബൻഡിന്റെ വീടൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുക. ഈ സംഭവ സ്ഥലത്ത് അമ്മ പോയായിരുന്നോ? അവിടെ ഞാൻ പോയില്ല, അങ്ങോട്ട് പോയില്ല. അപ്പൊ തന്നെ ടെൻഷനായി ആകെ. തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പുതിയ കാവിലാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ 10 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ഈ സ്ഫോടനം നടന്നത്. അവിടെ ഒരു പടക്ക നിർമ്മാണശാലയായിരുന്നില്ല, അവിടെ പടക്കങ്ങൾ ശേഖരിക്കുന്ന ഒരു വീടായിരുന്നു. അങ്ങോട്ട് പടക്കങ്ങൾ കൊണ്ടുവരികയായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ വെടിക്കെട്ടിന് വേണ്ടിയാണ് ഈ പടക്കങ്ങൾ കൊണ്ടുവന്നത്. പാലക്കാട് നിന്നാണ് പടക്കങ്ങൾ കൊണ്ടുവന്നത്. അവിടെ വാഹനത്തിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കുന്നതിനിടെയാണ് ഉഗ്രശക്തിയോടുകൂടിയുള്ള ഈ സ്ഫോടനം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ സ്ഫോടനത്തിൽ ഒരു കാർ പൂർണ്ണമായും കത്തിനശിച്ച ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ പടക്കങ്ങൾ കൊണ്ടുവന്ന ടെമ്പോ ട്രാവലറും പൂർണ്ണമായിട്ടും കത്തിനശിച്ചു. ഈ 2 വാഹനങ്ങളും കത്തിനശിച്ചതിന്റെ ദൃശ്യങ്ങൾ കാണാവുന്നതാണ്. ഒട്ടേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ ഒരാളാണ് മരിച്ചത്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയാണ് എന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അതേസമയം ഗുരുതരമായ പൊള്ളൽ പല ആളുകൾക്കും ഉണ്ട്. ഇതിനു പുറമെയാണ് സമീപത്തുള്ള പല വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളും ഇതോടൊപ്പം കാണാവുന്നതാണ്. നാട്ടുകാർ നടുങ്ങി. അവർ
ചില ആളുകൾ അവിടം വിട്ട് പോയിട്ടുമുണ്ട്, ബന്ധുവീടുകളിലേക്ക് പോയിട്ടുമുണ്ട്. അതും അവരുടെ പ്രതികരണത്തിൽ കേട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായിട്ടും തീ അണച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ തീ അണയ്ക്കുവാൻ കഴിഞ്ഞിരുന്നു. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അതിനു മുൻപ് തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനവുമായി രംഗത്തെത്തിയിരുന്നു. പലതവണ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നതാണ്. പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടാകുന്ന വാർത്തയൊക്കെ കേൾക്കാറുള്ളതാണ്. അതിന് സമാനമായ ഒന്നാണ് ഇന്ന് തൃപ്പൂണിത്തുറയിലും സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇപ്പോൾ സംഭവം നടന്ന പുതിയകാവിലുണ്ട്, ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. നവമി, വളരെ ഗുരുതരമായ ഒരു സംഭവമാണല്ലോ. ഇപ്പോൾ ഈ സാധാരണയായിട്ട് ഇങ്ങനെ പടക്ക നിർമ്മാണശാലകളിലുമൊക്കെ സ്ഫോടനം ഉണ്ടാകുമ്പോൾ ഈ അനധികൃതമായിട്ടാണ്, ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് വിളിച്ചത് വരാറുള്ളതാണ്. ഇവിടെയും അങ്ങനെയാണോ സംഭവിച്ചത്? ഈ കരാറെടുത്ത ആളുകൾക്ക് ലൈസൻസ് ഇല്ലായിരുന്നു, അങ്ങനെയാണോ? തീർച്ചയായും മനുഷ്യ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പടക്കങ്ങൾ സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഇറക്കുന്നതിനോ നിർമ്മിക്കുന്നതിനോ യാതൊരുവിധ ലൈസൻസും നൽകിയിട്ടില്ല. ഈ സ്ഥലം കരയോഗത്തിന്റെ വകയാണ്. അതായത് ഇന്ന് ഉത്സവം നടക്കുന്ന ഈ പുതിയകാവ് ക്ഷേത്രത്തിന്റെ കരയോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരിടമാണിത്. ഇവിടെയാണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പടക്കങ്ങൾ സംരക്ഷിക്കുന്നതും ഇവിടെ കൊണ്ടിറക്കുന്നതുമൊക്കെ ഈ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസ് നൽകിയിട്ടില്ല എന്നാണ് പോലീസും അറിയിക്കുന്നത്. എന്തായാലും 2 കരാർ തൊഴിലാളികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് MP എറണാകുളം MP ഹൈബി ഈഡൻ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടറും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്, ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമീപത്തുള്ള ഈ വീടുകളിലുള്ളവരുമായിട്ടൊക്കെ അവർ സംസാരിച്ചു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസ വാക്കുകളൊക്കെ MP ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തമാണ് മഞ്ജുഷ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഒരാൾ മരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇത് കരാർ ഈ പടക്ക സംഭരണശാലയിലുമായി ബന്ധപ്പെട്ട ജീവനക്കാരനാണ് മരിച്ചത്. ഇതിൽ 5 പേർ, അതായത് ഗുരുതരമായി പരിക്കേറ്റ 5 പേരും ഈ പടക്കശാലയുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ്. 16 പേരാണ് ആശുപത്രിയിലുള്ളത്. ബാക്കിയുള്ളവർ ഈ സമീപ പ്രദേശത്തെ വീടുകളിലുള്ളവരാണ്. അവർക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ ജനൽ ചില്ലകളും പാളികളും ഒക്കെ ഇവരുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർക്ക് പരിക്കേറ്റത്. നമുക്കിപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രതികരണത്തിലേക്ക് പോവാം. വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളത്, അതേപോലെ പെർമനന്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കാൻ നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. അത് മാത്രമല്ലാതെ വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. ഇല്ല, ജസ്റ്റ് അറിഞ്ഞായിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം. ഓക്കെ. ജില്ലാ കളക്ടറും എറണാകുളം MPയും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുതിയകാവ് എന്ന സ്ഥലത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നവമി, ഒരു കാര്യം കൂടി. നവമി, എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രോത്സവത്തിന് വേണ്ടി പടക്കം മറ്റൊരു സ്ഥലത്ത് നിന്ന് പുതിയകാവിലേക്ക് കൊണ്ടുവന്ന ആ സ്ഥലത്ത് ഇറക്കുമ്പോഴാണോ ഈ സ്ഫോടനം ഉണ്ടായത്? മഞ്ജുഷ്, അതായത് ഈ പുതിയകാവ് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ സംഭരണശാലയിലാണ് കൊണ്ടുവന്നത്. അത് കരാർ ജീവനക്കാരനാണ്. അവർ ഓരോ വർഷവും ഇതിൽ ടെൻഡർ വിളിച്ചാണ് ഇത് ആൾക്കാരെ നിശ്ചയിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഈ സ്ഥലത്ത്, അതായത് ഈ ശാലയിലേക്ക് ഈ പടക്ക വസ്തുക്കൾ ഇവിടെ വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പടക്കങ്ങളെല്ലാം ട്രാവലറിലേക്ക് കയറ്റുന്നതിനിടയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതായത് ഈ ട്രാവലറിലേക്ക് കയറ്റുന്നതിനിടയിലാണ് വലിയൊരു ശബ്ദവും സ്ഫോടനവും ഉണ്ടായത്. എന്തായാലും ജില്ലാ കളക്ടർ അടക്കം ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ഈ നഷ്ടപരിഹാരം നൽകാമെന്നാണ് കളക്ടറുടെ ഭാഗത്തു നിന്നും ആദ്യമായി വരുന്ന മറുപടി. ഇതിൽ പരിക്കേറ്റവർക്കും മരിച്ചവർക്കുമുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകും, സർക്കാരിന്റെ നഷ്ടപരിഹാരം നൽകുമെന്നാണ് കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്ഥലം നഗരസഭയുടെ പ്രതിനിധികളും MPയും കളക്ടറും അടക്കം ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസിൽ നിന്നൊക്കെ വിവരങ്ങൾ തേടുന്നുണ്ട്. എന്തായാലും പോലീസും ഫയർഫോഴ്സും
ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഇവിടെ എത്തി കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇവിടുത്തെ ഈ ഫയർഫോഴ്സ് എത്തി ഇവിടെ തീയണച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഇവിടെ ഒഴിവായി. പക്ഷേ ഈ സമീപ പ്രദേശത്തെ വീടുകളൊക്കെ താമസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ജലച്ചില്ലകളൊക്കെ തകർന്നിട്ടുണ്ട്, വാതിലുകളൊക്കെ തകർന്നിട്ടുണ്ട്. അത് തന്നെയാണ് പലരും പേടിച്ച് ഇവിടുന്ന് പോയിരിക്കുന്നു. പലരും വീടുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. വലിയൊരു മാനസിക അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ശബ്ദം, ഏകദേശം ഒരു 11 മണിയോട് കൂടിയാണ് വലിയൊരു ശബ്ദത്തോടു കൂടി വീടുകളിലെ ജലച്ചില്ലകളൊക്കെ തെറിച്ചു വീഴുകയും അതോടൊപ്പം തന്നെ ഉഗ്രസ്ഫോടനവും ശബ്ദവും തീയും പുകയും ഒക്കെ ഉയരുന്നത്. ഇത് കണ്ട് പലരും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്തു. നാട്ടുകാരൊക്കെ ഈ ശബ്ദം കേട്ടിടത്തേക്ക് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു തീപിടുത്തവും ആഘാതവുമാണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കുകയും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് തീയണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല. പലരും ഇപ്പോഴും ആ ഒരു പേടിൽ നിന്നും മാറിയിട്ടില്ല. സമീപത്തെ ഈ പടക്കശാലയ്ക്ക് തൊട്ട് സമീപത്തുള്ള വീടുകളുടെ ദൃശ്യങ്ങളാണ്. അവിടെയൊക്കെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. താമസിക്കാൻ കഴിയാത്ത അത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തെറിച്ചു പുറത്തേക്ക് വീഴുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തു. വീടിന്റെ മേൽക്കൂരകളെല്ലാം പൂർണ്ണമായും നശിച്ച വീടുകളുണ്ട്. അങ്ങനെ വലിയൊരു നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഈ വീട്ടിൽ താമസിച്ച, അതായത് ഈ പടക്കശാലയ്ക്ക് തൊട്ട് സമീപത്തെ വീട്ടിൽ താമസിച്ച യുവതിക്ക് ചെറിയ പരിക്കുകളുണ്ട്. അവരുടെ ഈ ജനൽ ചില്ലുകൾ ശരീരത്തിലേക്ക് കുത്തിത്തറച്ച പരിക്കുകളുണ്ട്. ആ വീട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നു. അതിനെ പെട്ടെന്ന് അവർ സംരക്ഷിച്ചത് കൊണ്ടാണ് അതിന് അപകടങ്ങളൊന്നും ഉണ്ടായത്. അത് തന്നെ വലിയൊരു ആശ്വാസം നൽകുന്നു. അത്തരത്തിൽ വലിയൊരു ദുരന്ത കാഴ്ചയായി മാറിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിൽ. എന്തായാലും ഒരാൾ മരിച്ചിരിക്കുകയാണ്. മരിച്ചത് ഈ കരാർ ജീവനക്കാരൻ തന്നെ എവിടെ ഉണ്ടായിരുന്ന ഈ പടക്കശാലയിൽ ജോലി ചെയ്തിരുന്ന ആള് തന്നെയാണ് മരിച്ചത്. ശരി നവമി, അതുപോലെ തന്നെ ഇത് വളരെ ജനത്തിരക്കേറിയ ഒരു സ്ഥലം കൂടിയാണല്ലോ. പുതിയകാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്തല്ലേ ഇങ്ങനെ ഈ ഒരു പടക്ക സംഭരണ വീടുണ്ടായിരുന്നത്? അങ്ങനെ വരുമ്പോൾ തൃപ്പൂണിത്തുറ വൈക്കം റോഡിൽ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്തുമാണല്ലോ ഇത്. അതെ, തീർച്ചയായും മഞ്ജുഷ. അതായത് ഈ പുതിയകാവ് ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഏകദേശം ഒരു 50-100 മീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ ഒരു സ്ഥലവും ഉള്ളത്. ഇവിടെ ജനസാന്ദ്രത ഏറിയ പ്രദേശമാണ്. ഇവരൊക്കെ പറയുന്നുണ്ട് വർഷങ്ങളായി തന്നെ ഇവിടെ ഈ പടക്കങ്ങൾ ഇവിടെ ഈ ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആദ്യത്തെ സമയത്തൊക്കെ ഇവർക്ക് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഒരു 3 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇത്തരത്തിൽ ഇവിടെ അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ സമീപ പ്രദേശത്തുള്ളവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈ തീ ഉപയോഗിക്കരുതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, പൊതുവിടങ്ങളിൽ തീയിടരുതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ, ചില നിർദ്ദേശങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന്, ഈ ദേവസ്വം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടെ ഈ പടക്കങ്ങൾ കൊണ്ടിറക്കിയതൊന്നും പലരും അറിഞ്ഞിട്ടില്ല. പല വീട്ടുകാർ, ഈ സമീപത്തുള്ളവർ പലരൊന്നും ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഇത്തരത്തിൽ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്ന കാര്യം പലരും ഈ സമീപ പ്രദേശത്തുള്ളവർ പലരും അറിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അവർ പ്രധാനമായും പറയുന്നത്. ഭീകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത്. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ വെടിക്കെട്ടിനു വേണ്ടി പടക്കങ്ങൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരുക്കുണ്ട്. പലരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്.